നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വീഡിയോ തുടങ്ങിയത് ഈ മരത്തിന്റെ താഴെ വെച്ചായിരുന്നു നമ്മുടെ ഇൻട്രോ കേട്ടോ. അതെ, നമ്മള് ഗൂഡല്ലൂർ മാർക്കറ്റിൽ പോയത്. ആ എന്നാണേലും ഈ മരം കാണാൻ എന്നാ രസമാ അല്ലേ? അതെ. ഇത് നമ്മള് കമ്പംമെട്ടിന്ന് കമ്പത്തിന് ഇറങ്ങി പോകുന്ന വഴിക്കത്തെ മൂന്നാമത്തെ വളവിന്റെ അടുത്തുള്ള മൂന്നേ ആയുള്ളൂ അല്ലേ? മൂന്നാമത്തെ വളവല്ലേ? മൂന്നല്ലായിരിക്കും. റോഡ് സൈഡിലുള്ള മരവാ. ഇതിന്റെ വേരല്ലേ തൂങ്ങിക്കിടക്കുന്ന ഫുള്ള്? നാലല്ലേ? നല്ല ഭംഗിയാ ഇത് കാണാൻ. ഇത് റോഡിലേക്ക്. അമ്മേ ഇന്നിങ്ങോട്ടാ നമ്മുടെ പോക്ക്? എന്നാ പരിപാടി? ഇന്ന് നമുക്ക് കമ്പത്തിന് പോണം. ഏലത്തിന് ഇടാനുള്ള കുറച്ച് വളം വാങ്ങിക്കാനുണ്ട്. എന്താ മെയ്സ് പൊടി, ശർക്കര, പിണ്ണാക്കുകള്, അങ്ങനെ കുറെ സാധനങ്ങള്. പിന്നെ അച്ഛ പോകുന്ന കൂട്ടത്തിൽ നമ്മള് പോവാണ്. നമുക്കേ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ചന്തയിലും കൂടെ പോയിട്ട് വരാം. എന്നാ പോയേക്കാം. എന്നാ പോയേക്കാം. ആ മരത്തിന്റെ വേര് കിടക്കുന്നുണ്ടോ? നല്ല രസം കിടക്കുന്ന റോഡിനപ്പുറം വരെ അതിന്റെ ശിഖരം കിടക്കുന്ന. ആ ശിഖരം വരെ വേരാണ്. ഇത് ആലാണ്, പക്ഷെ ഇല വേറെ സൈസ് ആണല്ലോ. പക്ഷെ ഇതെന്തോ ഒരു ഈ കാട്ടിലുള്ള ഒരു ആലോ ഏതാണ്ടായി. കമ്പത്തെ മഴയാണോ ഇനി? അറിയില്ല. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ നിന്ന് താഴോട്ടൊന്ന് നോക്കിയിട്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനം. എത്ര നാളായി ഒരു വെയില് കണ്ടിട്ട്. താഴോട്ട് നോക്കിയേ. താഴെ വലിയ മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആകാശം മേഘാവൃതമൊക്കെയാണ്, പക്ഷെ എന്നാലും ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്. ആണോ? കേരളത്തിൽ നല്ല മഴയാ. കണ്ടാലും മതി വരികയല്ലേ കമ്പം അല്ലേ? അതെ അതെ. അതാ കൃഷി സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ടാ. നല്ല രസമല്ലേ? പുളിമരങ്ങളൊക്കെ ആണെങ്കിലും നല്ല ലെവലേ അല്ലേ നട്ടേക്കുന്നത്? ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം കൃഷിയുണ്ട്. തമിഴ്നാട്ടിൽ വന്നപ്പോഴേ തമിഴ്നാട്ടിൽ മഴയില്ല. അതെ, നല്ല വെയിൽ. ഇവിടെ നല്ല വെയിലൊന്നും ഇല്ല, എന്നാലും മഴയില്ല. അവിടുത്തെ നല്ല വെയിലുണ്ട്. അപ്പം ഇപ്പൊ ടൗണിലൊന്ന് പോയിട്ടു. ഇന്ന് തിരക്ക് കുറവുണ്ട് കേട്ടോ കണ്ടിട്ട്. നമ്മളെ ഇന്ന് പകല് വന്നിട്ടാ. എന്നാ വൈകുന്നേരം ആകുമ്പോഴാ തിരക്ക് കൂടുതൽ. ശരിയാ, എല്ലാരും പണിയെല്ലാം കഴിഞ്ഞ് വരണ്ടേ അല്ലേ? അതെന്നാന്നറിയോ, ഇപ്പം നിലവിൽ ആൾക്കാരെല്ലാം ചന്ത ചെല്ലുമ്പോ ആള് കാണുമായിരിക്കും. 4 മണി കഴിയുമ്പോഴേ ശാന്തതയൊക്കെ അങ്ങ് പോകും. അതെ, ചന്തയിലോട്ടൊക്കെ ചെല്ലുമ്പോഴേ ഇഷ്ടം പോലെ ആള് കാണുമായിരിക്കും. റോഡിലാണെങ്കിലും നല്ല തിരക്ക് കാണുന്നല്ലേ? ഇവിടെ എന്തൊക്കെയോ പണികളാട്ടോ എല്ലാം. അതെ അതെ. കുഞ്ഞിക്ക് ആട്ടുസൂപ്പ് വേണമെന്ന് പറഞ്ഞ. ആട്ടുസൂപ്പ് വേണോ കുഞ്ഞി? ഇവിടുന്ന് വേണ്ട. ഇവിടുന്ന് വേണ്ടേ? വേണ്ട. അതാണ്ട് ആ മട്ടൻ കടയിൽ ഇഷ്ടം പോലെ മട്ടൻ കിടപ്പുണ്ട്, അവിടെ ചെല്ലുമ്പോ നോക്കിക്കോണം കേട്ടോ. ഇവിടെ എല്ലാം പൊളിച്ച് മാറ്റുന്നുണ്ടോ? വീതി കൂട്ടുക. എല്ലാം പൊളിച്ച് വീതി കൂട്ടി മാറ്റുക. റോഡ് വികസനോ? വീടും പൊളിക്കുക. ഇത് കണ്ടോ, ഇത് ഈ വലത്തെ സൈഡിൽ കണ്ടോ? ഇത് കണ്ടോ മട്ടൻ കിടക്കുന്നുണ്ടോ? മട്ടൻ വേണോ? മാർക്കറ്റിലോട്ട് നമ്മൾ പോകുമ്പോഴേ അവിടെ ഇഷ്ടം പോലെ നാടൻ കോഴികളെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വില ഈ നാടൻ കോഴിക്ക് ഇവിടെ. കിലോയ്ക്ക് 400 രൂപയൊക്കെ അവിടെ. കണ്ടോ, ഇത് കണ്ടോ, മുല്ലപ്പെരിയാറ്റിലെ വെള്ളമാണ് ഈ ഒഴി വരുന്നത്. കണ്ടോ എങ്ങനെയുണ്ട്? ഇതോ കമ്പത്തുനിന്ന് ചിന്നമന്നൂര് പോകുന്ന വഴിക്കാ. അതുകൊണ്ട് ആ പാടമൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഉഴുത് കണ്ടോ. അത് കണ്ടോ, ട്രാക്ടറൊക്കെ ഉഴുത് നല്ല റെഡി ആക്കിയിട്ടേക്കുന്നുണ്ടോ? ട്രാക്ടർ പോകുന്നു, ഉഴുന്നു. ആൾക്കാരവിടെ ഞാറ് നടുന്നു. അത് കണ്ടോ, അതിന്റെ നടുക്ക്, ആ കൃഷി സ്ഥലത്തിന്റെ നടുക്കുണ്ടോ അവിടെ ഒരു അമ്പലം കണ്ടോ? കണ്ടോ, എന്നാ രസമല്ലേ കുഞ്ഞി? എങ്ങനെയുണ്ട്? നല്ല കാര്യമായിട്ട് കൃഷി ചെയ്തോണ്ടിരിക്കുവാണ് ഇവിടെ. ഓരോ സീസണിലും ഓരോ കൃഷിയാ. അതായത് ഇപ്പൊ ഒരു കൃഷി മാറി അതങ്ങിന്റെ വിളവെടുത്തു കഴിഞ്ഞാൽ അന്നേരം അടുത്ത കൃഷിയായി. നല്ല ഒഴുക്കാ, നല്ല വെള്ളമാ, നല്ല രസമല്ലേ? വലത്തെ സൈഡ് ഹൈവേയാ. ആ ഹൈവേന്ന് ഇങ്ങോട്ടൊരു ചെറിയൊരു റോഡുണ്ട്. ഇതിനകത്തോട് ഇങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് കൃഷിയാ. നല്ല രസമല്ലേ? അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരായിരുന്നല്ലേ? നല്ല കാര്യമായിട്ട് കൃഷി ചെയ്യുവാണ്. അത് കാണുന്ന പാറമടയാന്ന് തോന്നുന്നല്ലേ? മറ്റേ കേക്കെപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ പാറമടയാ കാണുന്നത്. കണ്ടോ, അവിടെ ഇപ്പൊ ഒത്തിരി നാളായിട്ടേ നിർത്തിയിട്ടേക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ഒരു മാസം ആയതേ ഉള്ളൂ അവിടെ മടയൊക്കെ സ്റ്റാർട്ടായിട്ട്. എങ്ങനെയുണ്ട്? വെള്ളം ഇത് കൃഷിക്ക് വേണ്ടിയിട്ട് മൊത്തം ഇതിനകത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന.
അത് ഞാറ് നട്ട് വെച്ചേക്കുന്ന, അതായത് ഈ ഞാറില്ലേ, ഈ ഇതുണ്ട്, ഞാറ് ഞാറ് വേണം ഇനി നട്ട് പറിച്ച് വെച്ചേക്കുന്നെ. ഇതിനകത്തൂടെ നടാനായിട്ട്. ഇതുകൊണ്ട് ഇവിടെ ഒരു ഞാറ് പിടിപ്പിച്ച് വെച്ചേക്കുന്നു. ഇത് ഇതിനകത്ത് ഫുള്ള് നടാനുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒരിടത്ത് ഞാറ് പിടിപ്പിച്ച് വെച്ചേക്കുന്നു. ഇതിനെ പറിച്ച് ഇതിനകത്തൂടെ ഫുള്ള് നട്ടു വെക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഞാറ് ഇടയ്ക്കൂടെ കണ്ടോ, ഞാറെല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് പറിച്ച് നടുന്നത്. ഈ നെല്ല് വിതയ്ക്കുന്നതാടാ ഇത്. നെല്ല് നെല്ലിങ്ങനെ വിതച്ചിങ്ങനെ. നമ്മളിത് കഴിച്ചിട്ടല്ലേ ഉള്ളൂ, ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അല്ലേ. മഴ കൂടുന്നുണ്ട്, കൊട വണ്ടിക്കകത്ത് തിരിച്ചു പോണോ? ഓ വേണ്ട, അവിടെ വരെ പോയി നോക്കാം, നല്ല രസമല്ലേ. മഴ വന്നെങ്കിൽ അത്രയും അകലെ പോയി നടുന്ന കാണാം. ഞാറ് നടുന്നത് അതുകൊണ്ടോ, അവരവിടെ നിന്ന് ഈ കണ്ടത്തിനകത്ത് കിടക്കുന്നുണ്ടോ, ഞാറ് കെട്ടി ഇട്ടേക്കുന്നുണ്ടോ, അവരവിടെ നിന്ന് ഇങ്ങോട്ട് നട്ട് വരുവാ ചെയ്യുന്നത്. ഞാറ് നടുന്നത് എങ്ങനെയാ, മുന്നേന്ന് പുറകോട്ടാ കണ്ടോ. ഇത് കെട്ടയച്ചിട്ട് പറിച്ചങ്ങ് എറിയണം. അങ്ങനല്ല, ഇത് കെട്ടയച്ചിട്ട് ഓരോന്നോരോന്ന് കുത്തി പോരുവാ ചെയ്യുന്നത്. മണ്ണിനകത്ത് കുത്തി കൊടുക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് പുറകോട്ട് നട്ട് വെള്ളം കുറച്ച് വെച്ചിരിക്കുന്നു. കണ്ടോ, ഇഷ്ടം പോലെ പാടമാണ്. ഇവരിനിയിപ്പോ ഇത് വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അടുത്ത കൃഷിയാവും. പക്ഷേ വരമ്പ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും. എന്നാ കുഞ്ഞി, പഞ്ചാബില് അല്ല, ഒരാളെ ട്രാക്ടർ ക്യാരവാൻ പോലെ പണിതിട്ട് അതുകൊണ്ട് ലഡാക്കിന് പോയത്. ആണോ? പഞ്ചാബികളുടെ മെയിൻ വണ്ടിയാന്ന് തോന്നുന്നല്ലേ ട്രാക്ടർ. നടക്കാൻ കുറച്ചുള്ളതുകൊണ്ട് മടുപ്പാന്ന് തോന്നുന്നല്ലോ അച്ചമ്മച്ചി. അടുത്തെന്ന് തോന്നുന്നു. മഴ പെയ്യോ എന്ന് മടിച്ചാ വരുന്നേ. മഴ പെയ്യും, പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അത്രയും വലിയ ശക്തമായിട്ട് പെയ്യല്ലോ. നല്ല രസമുണ്ടല്ലേ അമ്പലമൊക്കെ കാണാൻ. അത്രയും പാടത്തിന്റെ നടുക്കേ അല്ലേ, ഒരു കോമ്പൗണ്ടിനകത്ത് അമ്പലം. പണി തീരുന്നോളെന്ന് തോന്നുന്നു. ആല കേട്ടോ, ഒരു വലിയ ആലുണ്ട്. ആലിന്റെ ചുറ്റിനും പാടം അല്ലേ. അതെ, ചുറ്റും പാടത്തിന്റെ നടുക്ക് ഒരു അമ്പലം. ഏരിയ നോക്കി എന്നാ രസമല്ലേ ഇവിടെ കാണാനായിട്ട്. അല്ലേ, അല്ല ഈ ഹൈവേയുടെ സൈഡിലായിട്ട് ഇത്രയും എന്തേരം ഏക്കർ കണക്കിനാന്ന് നോക്കിയേ പാടം. ട്രാക്ടറുകാരനെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് തീർക്കുക. അതേ ചെന്ന് കയറണമെങ്കിൽ ഈ ചെളിക്കകത്തൂടെ അങ്ങനെ കയറൂടാ. അതുകൊണ്ട് ഒരു പ്രത്യേക സൈസ് ഒരു ദേശാടന പക്ഷിയൊക്കെ ഉണ്ടോ, കാല് നീണ്ട് അല്ലേ, തല കറുത്തു കൊക്ക. പക്ഷെ അത് വേറെ എന്തോ രാജ്യത്തു നിന്നൊക്കെ വന്നതായിരിക്കും. അത് കൊക്കും കാക്കയും കൂടെ ചേർന്ന സാധനമാണ്. വേറെ രാജ്യത്തുനിന്നോ? ദേശാടന പക്ഷികൾ പറന്നു പോരും ഓരോ സമയത്ത്. തിരിച്ചവിടെ തന്നെ ചെല്ലുകയും ചെയ്യും. തല കറുപ്പും. ഇതുണ്ടോ, ഇവിടെ കണ്ടോ വേറെ കുറെ ഐറ്റം സാധനം ഇരിക്കുന്നതാണ്. ഇത് ചുണ്ട് കറുത്തത്, ബാക്കി വെളുത്തത്, ഫുള്ള് കറുത്തത്. അതിനപ്പുറത്ത് കണ്ടോ കറുപ്പ് നിറത്തിൽ തന്നെ ഉള്ളവർ. നമ്മളപ്പുറത്ത് നിന്നപ്പോഴേ അവിടെ ഞാറ് നടുന്നതല്ലേ ഉള്ളായിരുന്നു. ഇവിടെ കണ്ടോ ഫുള്ള് മൊത്തം എല്ലാം നട്ട് നല്ല റെഡിയായി. കണ്ടോ കുഞ്ഞി, ഞാറ് നട്ട് കഴിഞ്ഞിട്ടുള്ളവിടെ നിൽക്കുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഏതായാലും ഇവിടെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് ആവി എടുക്കാൻ തുടങ്ങി കേട്ടോ. ചൂടായി കോട്ടല്ല ഊരി ദൂരെ കളഞ്ഞു. നല്ല പച്ച പട്ട് വിരിച്ച പോലെ കിടക്കുന്നല്ലേ. അതെ. ഇനി നമ്മൾ വരുമ്പോഴത്തേനും ചിലപ്പോ ഇത് മൊത്തം നെല്ലാവും. തേനി ഇനി ഇവിടുന്ന് ഒരു 29 കിലോമീറ്റർ ഉണ്ട്. ആ ബോർഡ് നോക്ക്, അത് കണ്ടോ. പോയാലോ? തേനിക്കോ? തേനിക്ക് പോകണം. നമുക്ക് ചിന്നമന്നൂർ വരെ പോവാം. ചിന്നമന്നൂർ പോയിട്ടേ നമ്മുടെ വണ്ടിയുടെ ചെരുപ്പ് തീർന്നു, വണ്ടിക്ക് 2 ചെരുപ്പ് വാങ്ങിക്കണം. അവിടെ ഒരു കടയിലുണ്ട് സാധനം. നിന്നോടെ മര്യാദക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞ വേണ്ടായിരുന്നു. കഴിക്കാൻ കൊടുത്തത് പോലെ എനിക്ക് വേണ്ടെന്നും പറഞ്ഞു. അതിന്റെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം. കമ്പത്ത് ഒരു ബിരിയാണി കടയുണ്ട്, അവിടെ കുറെ ബിരിയാണിയുടെ വെറൈറ്റി ഉണ്ട്. അവിടെ കയറിയാലും ബിരിയാണി വെറൈറ്റി മാത്രം കിട്ടും. അല്ല, ചോറ് വെച്ച പാത്രത്തോടെ എടുത്ത് ഞാൻ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അമ്മച്ചി ചിന്നമന്നൂരെന്ന് കേട്ടിട്ടില്ലേ ഉള്ളൂ. നമ്മൾ ഇന്നാളെ ഒരു പ്രാവശ്യം വന്ന ഓർക്കുന്നുണ്ടോ, മേഘമലയ്ക്ക് പോകാനായിട്ട്. ഇതാണ് ചിന്നമന്നൂർ ടൗണിലോട്ട് നമ്മൾ കയറുക. ബൈപ്പാസ് അതിലെ പോയി. ഇനിയിപ്പോൾ ഇത് ചിന്നമന്നൂർ ടൗണിലോട്ട് പോകുന്ന വഴിയായത്. നമുക്കൊന്ന് കയറിയിട്ട് അവിടെ ഒരു കടയുണ്ട്, അവിടെ നമുക്ക് 2 ടയർ വാങ്ങിക്കണം. ഞാനോർത്ത് കടയെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വല്ലതും മേടിച്ചു തരാന്ന്. നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. നല്ല കട വല്ലോ. ഏതേലും കടയിൽ നിന്ന് ഒരു ചായയും പഴംപൊരി വാങ്ങിച്ചു തരാം. ഇവിടെ പഴംപൊരി കാണാൻ ചാൻസ് ഇല്ല.
കേരളം അല്ല. ചായ വേണോ? ചായ നല്ല കടവില്ലോണ്ട് കുടിക്കാം. ചെമ്പ് പാത്രക്കട കണ്ടോ? ചെമ്പിന്റെ കുടവും കലമൊക്കെ ഇരിക്കും, നല്ല രസം. ഇഷ്ടംപോലെ ആളായി അല്ലേ ടൗണിലെല്ലാം? ഇത് വലിയ ടൗൺ ആണല്ലോ ചിന്നമന്നൂര്. അതെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഈ ലോറികളെല്ലാം ഈ ടൗണിനകത്തൂടെ വന്ന് പോയിക്കൊണ്ടിരുന്നത്. ബൈപ്പാസ് വന്നേ പിന്നെ ലോറികളൊന്നും ടൗണിനകത്തൂടെ വരുന്നില്ല, എല്ലാം വെളിയിൽ കൂടെ തന്നെ പോവാ. ടൗണിലെ തിരക്ക് കുറഞ്ഞു, ഇല്ലേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇവിടെ. തോന്നുന്നുണ്ട്. നമ്മളെ വണ്ടിയുടെ ടയർ മാറാനായിട്ട് കയറിയത്, ഇനി കുറച്ച് സമയം എടുക്കുമായിരിക്കും. നമുക്ക് ഇതിലെ നടന്നിട്ട് വരാം. തിരക്കാന്ന് തോന്നുന്നു റോഡിൽ. പോകാത്ത സമയം നോക്കി മുറിച്ചപ്പുറത്ത് കിടക്കാം. പുളിമരം നിൽക്കുന്നുണ്ട് റോഡ് സൈഡിൽ കൂടെ. ആ പുളിമരത്തിന്റെ കീഴേ പോയി. എത്രയോ വർഷം പഴക്കമുള്ള പുളിമരമായിരിക്കും അല്ലേ വെച്ചേ? എന്തൊരു വണ്ണം അതിന്റെ ചുവടിന്. ഇതിനൊക്കെ എണ്ണ ഉള്ളതാന്ന് തോന്നുന്നു. നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തോട്ട് കടക്കാവും നോക്കാം. കണ്ടോ ഈ പുളിമരത്തിന്റെ അടിയിലത്തെ ഏകരം കണ്ടോ? ഈ വഴിയിലോട്ട് നിന്നെല്ലാം താന്ന് നിന്നതും എല്ലാം മുറിച്ചിരിക്കും, അറുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. റോഡിലോട്ട് നിന്നെല്ലാം മുറിച്ച് കളഞ്ഞു. മണ്ടയിലെ മുറിച്ചിട്ടുണ്ട് കണ്ടോ? പുളിമരത്തെ കൂടെ ഒരു കോവല് കയറി കാഴ്ച കിടക്കുന്നുണ്ട്. എന്തിയെ? കോവയ്ക്ക കിടക്കുന്നു. അതും കൊള്ളാമല്ലോ. അതിന്റെ വള്ളി കണ്ടിച്ചു വിട്ടാ രണ്ട് കണ്ടോ? ഇതാ കേട്ടോ ചിന്നമന്നൂര് ബസ് സ്റ്റാൻഡ്. ഇവിടുന്നാണ് നമ്മൾ മേഘമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ബസ് കിട്ടുന്നത്. കൊണ്ട് ചെറിയ ബസ്സൊക്കെ കിടക്കുന്നുണ്ടോ? അതൊക്കെ മേഘമലയ്ക്കുള്ള ബസ്സുകളൊക്കെയാണ് കിടക്കുന്നത്. ഇതാണ് ഇവിടുന്നാണ് മേഘമലയ്ക്ക് ബസ് ഉള്ളത്. ടയറൊക്കെ മാറ്റി ഇനി നമ്മൾ തിരിച്ച് കമ്പം വഴി മാർക്കറ്റൊക്കെ കയറി കഴിക്കണം. വിചാരം അവനുള്ളൂ. കഴിക്കണം. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരു കാളവണ്ടി ഉണ്ട്. കാളവണ്ടി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും കാളവണ്ടിയും കുതിരവണ്ടിയൊക്കെ ഉണ്ട്. മുമ്പേ കണ്ടേ ഒരു സ്കൂട്ടറയില് കൊമ്പ് കണ്ടോടാ? സ്കൂട്ടറയില് പശുവിനെ വെച്ചോണ്ട് പോയേക്കുന്നത്. ആണോ? സ്കൂട്ടറെ പശുവിനെയോ? ഇവരൊരു സ്കൂട്ടറെ ഒരു കുടുംബം മൊത്തം കൊണ്ടുപോവാ. പശു, ആട്, മാട്, കോഴി എന്ന് വേണ്ട സകലമാന സാധനങ്ങളും ഒരു ചെറിയ സ്കൂട്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകും. അമ്മ എങ്ങനെയുണ്ട് ഇവിടുത്തെ തമിഴ്നാട്ടിലെ തേങ്ങാട്ടി കണ്ടോ? നമ്മളിതാണ് പുതുപ്പട്ടിക്ക് അകത്തുള്ള ഒരു തേങ്ങാട്ടിയാണ് കേട്ടോ. ഇവിടുന്നാണ് നമ്മളിപ്പോ തേങ്ങ വാങ്ങിച്ചത്. കിലോ 70 രൂപ. 70? ഇഷ്ടം പോലെ മുരിങ്ങ. പൂ പറിച്ചു തരുമെന്ന് അവരോട് ചോദിച്ചാൽ ഏതായാലും നമ്മളെ സാധനം വാങ്ങിയിട്ടെല്ലാം കഴിഞ്ഞു. ചന്തയിലും കയറി കുഞ്ഞിക്ക് ബിരിയാണിയും വാങ്ങിച്ചു കൊടുത്തു. സാധനമെല്ലാം വാങ്ങിച്ചിറങ്ങിയപ്പോ ഇതേ കമ്പത്ത് മഴ പെയ്യാൻ തുടങ്ങി. കമ്പത്തെ മഴ വളരെ കുഞ്ഞു മഴയല്ലേ? അതെ. ഇനിയിപ്പോ ഇനി എന്നാ എന്നേലും വാങ്ങിക്കാണ്ടോ? ഇല്ല നേരെ പോയാലോ? ആ അതെ. ഇനി ഞങ്ങൾക്ക് ഒരു ചെറിയ കുക്കർ മേടിക്കാനുണ്ട്, അതുകൂടെ വാങ്ങിച്ചിട്ട് പോവാം. കുക്കറോ? കുക്കറേ വലുതിനകത്ത് തന്നെ ഇച്ചിരി സാധനമൊക്കെ വെക്കണമെങ്കിലേ വലുതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ചെറിയ കുക്കർ മേടിക്കാം. കടയൊക്കെ എനിക്കറിയാം. പിന്നെ ഇതല്ലേ കമ്പൻ ടൗണ്? ഇതാണ് കമ്പൻ ടൗൺ. സെൻട്രൽ ജംഗ്ഷൻ ആയിരുന്നു കേട്ടോ. വട്ടം വീതിലുള്ളതുണ്ടോ? എന്തിനാ ഇല വാങ്ങിച്ചേക്കുന്നേ? ഇലയോ?
നിനക്കൊക്കെ ഇനിയിപ്പോൾ കഴിക്കണമെങ്കിൽ ഈ ഇലക്കകത്തേ തരുന്നുള്ളൂ. എന്നാന്നറിയാവോ? അതാകുമ്പം വെള്ളത്തിൻ്റെ ചിലവ് കുറയും. പാത്രം കഴിയണമെന്നൊക്കെ പറയും. ഇത്ര വിലക്ക് 50 രൂപ. അത് എത്ര നേരം കഴിക്കാനുള്ളതെന്ന് അറിയാവോ? അത് ശരിയാ, കുറെ കെട്ടുണ്ട്. നമ്മള് കമ്പത്ത് വന്ന് സാധനം എല്ലാം വാങ്ങിച്ചും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോയേക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.